നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയോജക മണ്ഡലത്തിലൂടെയും പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലത്തിലൂടെയും കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് പാപനാശം കടൽ തീരത്തിന്റെ മനോഹാരിതയും ശിവഗിരിയുടെ ശാന്തിയും നിറഞ്ഞ വർക്കല മണ്ഡലത്തിലൂടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികളിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. മികച്ച ഗതാഗത സൗകര്യങ്ങളും ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിൽ കിഫ്ബിയുടെ സഹായത്തോടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ വർക്കലയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വർക്കലയിലെത്തിയിട്ടുണ്ട്. 10 വർഷക്കാലത്തെ പൊതുവായിട്ടുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 1600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വർക്കലയിൽ മാത്രം നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സഹായകരമായതാകട്ടെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള കിഫ്ബി പദ്ധതിയുമാണ്. ഇപ്പോൾ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വലിയ പ്രോജക്റ്റുകൾ ഒരിക്കലും നമുക്ക് നടത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നിരവധി പദ്ധതികൾ നമുക്ക് ഈ കാലയളവിനുള്ളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്റ്റേഡിയം, ഒരു ജില്ലാ നിലവാരത്തിൽ മത്സരങ്ങൾ നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേഡിയം അനുവദിക്കപ്പെട്ടപ്പോൾ അതിന് സ്ഥലം കണ്ടെത്തിയത് വർക്കലയിലെ ഇടവയിലാണ്. 6 ഏക്കറോളം വരുന്ന ഭൂമിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. 37 കോടി രൂപയാണ് ആ സ്റ്റേഡിയത്തിനു വേണ്ടി കിഫ്ബി നൽകിയത്. നമുക്കൊരു 2-3 മാസം കൂടി കഴിയുമ്പോൾ ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമായിട്ടുള്ളത് റെയിൽവേ ഗേറ്റുകളാണ്. എല്ലായ്പ്പോഴും അടഞ്ഞുകിടക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ആ നാടിൻ്റെ പൊതുവായ ഒരു ശാപമായിട്ട് മാറിയിരുന്നു. അതിനെ ഓവർകം ചെയ്യാൻ 3 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കിഫ്ബി ഫണ്ട് അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇടവ റെയിൽവേ മേൽപ്പാലം 47 കോടി രൂപയാണ് ഇടവ റെയിൽവേ മേൽപ്പാലത്തിന് അനുവദിക്കപ്പെട്ടത്. ഇടവ റെയിൽവേ മേൽപ്പാലം വരുന്നതോടുകൂടി ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പരവൂർ, കാപ്പിൽ ഭാഗങ്ങളിൽ നിന്ന് വർക്കലയിലേക്ക് വരുന്നവർക്കും പ്രത്യേകിച്ചും കാപ്പിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് സഞ്ചാരികൾക്കും വലിയ തരത്തിൽ ഗുണം ലഭ്യമാകാൻ വേണ്ടി പോകുന്ന തരത്തിലാണ്, ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ പണി ആരംഭിച്ച് പൂർത്തീകരിക്കുന്നതോടുകൂടി ആ പ്രദേശത്തിൻ്റെ വികസനം തന്നെ വലിയ നിലയിലേക്ക് വരികയാണ്. പിന്നെ 2 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കൂടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടവ പറഞ്ഞതുപോലെ തന്നെ വർക്കല പുന്നമൂട് റെയിൽവേ മേൽപ്പാലം, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പുന്നമൂട്. സ്വാഭാവികമായി വലിയ വികസന പ്രവർത്തനങ്ങൾ വരേണ്ടുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. 38 കോടി രൂപയാണ് പുന്നമൂട് റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് കിഫ്ബി അനുവദിക്കപ്പെട്ടത്.
അതും ഈ പറഞ്ഞതുപോലെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ ഗതാഗത കുരുക്കിന് ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാവുന്നതുപോലെ വർക്കല ശിവഗിരി എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് വർക്കല. ശിവഗിരി കുന്നുകളാകട്ടെ ലോകത്തിൻ്റെ മുമ്പിൽ മതേതരത്വം വിളിച്ചോതുന്ന മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം അതിപ്രശസ്തമാണ്. ആ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പുന്നമൂട് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വർക്കലയിലെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കപ്പെടുന്ന ഏക ആശുപത്രി വർക്കല താലൂക്ക് ആശുപത്രിയാണ്. വർക്കല താലൂക്ക് ആശുപത്രി ആകട്ടെ ഇപ്പോൾ കുറേയധികം സൗകര്യങ്ങൾ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ കെട്ടിട സമുച്ചയം വന്നു. അതിനു പുറമെ ഡയാലിസിസ് യൂണിറ്റ് ആദ്യമായിട്ട് ഈ 10 വർഷക്കാലത്തിനിടയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. കുട്ടികൾക്ക് വേണ്ടുന്ന പീഡിയാട്രിക് വിഭാഗത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോഴാകട്ടെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 45 കോടി രൂപയ്ക്ക് വലിയ ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സംവിധാനത്തോടുകൂടി പേ വാർഡ് അടക്കമുള്ള സംവിധാനത്തോടുകൂടി 45 കോടി രൂപയ്ക്ക് വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആ പണി ഏറ്റെടുത്തിരിക്കുന്നത്. ആ പണിയും ഏതാണ്ട് നല്ല നിലയിലേക്ക് നടന്നു വരികയാണ്. കിഫ്ബിയുടെ ഭാഗമായി തന്നെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 10 കോടി 8 കോടി 7 കോടി രൂപ വെച്ച് അനുവദിക്കപ്പെട്ടിരുന്നു. വർക്കലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കിഫ്ബി ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിട സമുച്ചയങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നതെല്ലാം പ്രത്യേകിച്ചും +2 വിഭാഗത്തിലെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ലാബ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഇന്നവിടെ ലഭ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹയർ സെക്കൻഡറി ഒഴിച്ച് പിന്നെ വരുന്ന ഹൈസ്കൂളുകൾ, UP സ്കൂളുകൾ, LP സ്കൂളുകൾ അങ്ങനെ തുടങ്ങി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരു ചെറിയ തുകയെങ്കിലും കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച് പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ശിവഗിരിയെ സംബന്ധിച്ച് തീർത്ഥാടന കാലയളവിൽ ഉണ്ടാകുന്ന അഭൂതപൂർവമായിട്ടുള്ള തിരക്ക്, പ്രത്യേകിച്ചും വാഹനങ്ങളുടെ ഒരു വലിയ തിരക്ക് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വർക്കല റിംഗ് റോഡ് സാധ്യമാവുകയാണ്. അതിൻ്റെയും അക്വിസിഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനും കിഫ്ബിയിൽ നിന്ന് നമുക്ക് ഏതാണ്ടൊരു 18 കോടി രൂപയോളം റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഏതാണ്ട് 30-35 കോടി രൂപയാണ്. പക്ഷേ കിഫ്ബി അതിൻ്റെ ഒരു മേജർ പോർഷൻ കിഫ്ബിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മാർക്കറ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പുത്തൻചന്ത മാർക്കറ്റിൻ്റെ നവീകരണത്തിന് ഏതാണ്ടൊരു 4 കോടി രൂപയോളം കിഫ്ബി നമുക്ക് നൽകിയിട്ടുണ്ട്. പുന്നമൂട് മാർക്കറ്റിൻ്റെ നവീകരണത്തിന് ഒരു 3.5 കോടി രൂപയോളം കിഫ്ബി നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി തന്നെ നേരിട്ട് നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട റോഡുകൾ ഇപ്പോൾ വർക്കലയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളാണ്. ഒന്ന് കല്ലമ്പലം വർക്കല റോഡും മറ്റൊന്ന് പാരിപ്പള്ളി വർക്കല റോഡും. പാരിപ്പള്ളി വർക്കല റോഡ് 45 കോടി രൂപ കിഫ്ബി മുടക്കിയാണ് ആ വർക്ക് ചെയ്യുന്നത്. ഇപ്പുറത്ത് കല്ലമ്പലം വർക്കല റോഡിന് 25 കോടി രൂപയ്ക്ക് അത് ടെൻഡർ നടപടികളിലേക്ക് പോയി. മറ്റേ വർക്ക് പാരിപ്പള്ളി നടയറ വർക്കല റോഡിൻ്റെ റീച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിമനോഹരമായി നല്ല വീതിക്ക് ആ റോഡ് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. വർക്കുകൾ പൂർത്തീകരിച്ച് പോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള റോഡുകൾ, മണ്ഡലത്തിലെ വിവിധ റോഡുകൾ കിഫ്ബി ഫണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ദേശീയ ജലഗതാഗത പാത. ആ ദേശീയ ജലഗതാഗത പാത ഏറ്റവും കൂടുതൽ ആകർഷകമാകുന്നത് വർക്കലയിൽ വരുമ്പോഴാണ്. അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത 2 ടണലുകളുണ്ട്, തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കത്തിനകത്തുകൂടെയാണ് അക്കാലത്ത്
ചെറിയ വള്ളങ്ങൾ പൊക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വ്യാപാര സംബന്ധമായിട്ടുള്ള വള്ളങ്ങൾ പൊക്കൊണ്ടിരുന്നത് ഈ ടണലിനകത്തുകൂടെയാണ്. ഒരു ചെറിയ ടണലും അതുപോലെ തന്നെ ഒരു വലിയ ടണലുമുണ്ട്. 2 ടണലുകളുണ്ട്. ഈ 2 ടണലുകളും ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കുകയാണ്. അതിലൊരു ടണലിൻ്റെ പണി പൂർത്തീകരിച്ച് അതും അതിനോട് ചേർന്നിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്ററും വരാൻ പോകുന്ന 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനും കിഫ്ബിയുടേതായിട്ടുള്ള വലിയ സഹായം, ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നതിന്, അതിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒക്കെ കിഫ്ബി പരമാവധി പണം നൽകിയിട്ടുണ്ട്. മണ്ഡലമാകെ പരിശോധിക്കപ്പെടുമ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമെല്ലാം കിഫ്ബി ഫണ്ടാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും പരമാവധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വർക്കലയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം 15ഓളം ഓഫീസുകൾ പുതുതായി അവിടെ വന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം വർക്കലയ്ക്ക് സാധ്യമായത് ഈ 10 വർഷത്തിന് ഉള്ളിലാണ്. വർക്കലയുടെ ചരിത്രത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന, എല്ലാ കാലത്തും ആളുകൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ സമ്മാനിച്ച നാളുകളായിരുന്നു ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത്. ആ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നെഞ്ചേറ്റു. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും. ഇപ്പോൾ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയുടെ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വലിയ സംഭാവനയാണ് കേരള ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഇന്നേ വരെ വർക്കലയിൽ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10-25 മുറികളും കോൺഫറൻസ് ഹാളും നല്ല ഡൈനിങ് സംവിധാനവും ഒക്കെ ആയിട്ടുള്ള ഒരു ബഹുനില കെട്ടിടം ഇപ്പോൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് പോവുകയാണ്. നേരത്തെ തന്നെ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബങ്ങൾ വന്നാൽ ആ കുടുംബങ്ങൾക്ക് സ്വകാര്യമായി താമസിക്കാൻ പറ്റുന്ന തരത്തിൽ 10ഓളം ഹട്ടുകളും, അതുപോലെ തന്നെ ഒരു വിവാഹ പാർട്ടിയോ മറ്റോ നടത്തുന്നതിനാവശ്യമുള്ള വലിയ കോൺഫറൻസ് ഹാളും അടക്കമുള്ള സംവിധാനത്തോടു കൂടി പുതിയ കെട്ടിട സമുച്ചയം അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും വികാസത്തിനും വഴിയൊരുക്കിയ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. വികസന തുടർച്ച ഇനി യാത്ര ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുകയും ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നുമായ റാന്നി നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഇങ്ങനെയുള്ള റാന്നിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി നിരവധി പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഗതാഗത മേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ സഹായത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ വികസന മുദ്രകൾ റോഡായി, പാലമായി, ആതുരാലയങ്ങളായി, വിദ്യാലയങ്ങളായി തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. റാന്നിക്കും ഏറെ വികസന വിജയഗാഥകളാണ് പറയാനുള്ളത്. ശ്രീ രാജു അബ്രഹാം MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കിഫ്ബിയുടെ പണം റാന്നിയിലേക്ക് ആദ്യമായി എത്തിക്കുന്നത്. കിഫ്ബി രൂപീകരിച്ചതിന് ശേഷം നല്ല പരിഗണനയാണ് റാന്നി മണ്ഡലത്തിന് ലഭിച്ചത്. ജേക്കബ്സ് റോഡ് ആ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി. എഴുമറ്റൂർ ഹൈസ്കൂൾ 3 കോടി രൂപ, വെച്ചുച്ചിറയിലെ കോളനി സ്കൂൾ 5 കോടി രൂപ, ഇടമുറി സ്കൂൾ, ഈ പ്രവൃത്തികളെല്ലാം ആ കാലങ്ങളിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കിഫ്ബിയുടെ പ്രവൃത്തികളിൽ ഏറ്റവും നിർണായകമായതെല്ലാം ഇടപെട്ട് സമയബന്ധിതമായി തുടങ്ങുക, കൃത്യമായി പൂർത്തീകരിക്കാൻ ജാഗ്രതയോടെ പരിശ്രമിക്കുക. അതിനാണ് MLA നിലയിൽ വലിയ പരിഗണന നൽകിയത്. റാന്നി താലൂക്ക് ആശുപത്രി
റാന്നിയിലെ ഏറ്റവും പാവങ്ങൾ ആശ്രയിക്കുന്ന റാന്നി താലൂക്ക് ആശുപത്രി സ്ഥല പരിമിതിയാൽ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു. 17 കോടിയോളം രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്ത് ഇന്ന് ചെന്ന് കണ്ടാൽ അറിയാം അതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറാൻ കഴിയും. മടത്തിഞ്ചാൽ മുക്കൂട്ടുകര റോഡ് 42.18 കോടി രൂപയാണ്. നേരത്തെ തന്നെ BM പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ BCയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. റോഡ് സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം വേണം എന്നുള്ളതിനാൽ അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് 42 കോടി രൂപയുടെ അവിടെ അങ്ങേയറ്റം വെച്ചുച്ചിറയിൽ നിന്നും ആരംഭിച്ച പഴവങ്ങാടി, അങ്ങാടി, അങ്ങേയറ്റം കൊറ്റനാട് വരെ ഇത്രയും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അതിവേഗം എത്തുകയാണ്. കിഫ്ബി പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് റാന്നി പാലമാണ്. റാന്നി പാലം ഏതാണ്ട് 40 കോടിയിലേറെ രൂപ, 45.19 കോടി രൂപയാണ്. റാന്നി പാലം മുമ്പ് നിർമ്മാണം ആരംഭിച്ചു. പക്ഷെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. തുടർന്ന് കരാറുകാരൻ ഉപേക്ഷിക്കുകയും നിയമക്കുരുക്കുകളിലേക്കും പോവുകയും ചെയ്തു. റാന്നി പാലത്തിനൊപ്പം റാന്നിയുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട റാന്നി ബൈപ്പാസ്, അതിന് ഞാൻ MLA വന്നതിന് ശേഷം വലിയ പിന്തുണയാണ് കിഫ്ബിയിൽ നിന്നും KRF നിന്നും ലഭിച്ചത്. നമുക്ക് വാലാങ്കര അയർ റോഡ് കൂടിയാണ് ഇനി ആ ഭാഗത്ത്, പ്രത്യേകിച്ചും എഴുമറ്റൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ, അതും ആദ്യഘട്ടത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ നിർമ്മാണത്തിൽ വന്ന ചില പിഴവുകളിൽ കിഫ്ബി കൂടി ഇടപെട്ടു. ജനകീയ ആവശ്യമുയർന്നു. MLA എന്നതിൽ കൂടി അക്കാര്യത്തിൽ നൽകിയ അഭിപ്രായങ്ങളും സാങ്കേതികമായി വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് 23 കോടി രൂപയ്ക്ക് വാലാങ്കര അയർ പദ്ധതിയും ടെൻഡർ നടപടി സ്വീകരിക്കുകയാണ്. ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. 121 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഏറെ അഭിമാനത്തോടെയാണ്. പെരുന്നാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന പദ്ധതി ശബരിമല ഭക്തർക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്ന പതിവ് രീതി മാറി നേരിട്ട് ദാഹജലം നൽകാൻ കഴിയുന്നു. പെരുന്നാടിന്റെ അടക്കം ദാഹമകറ്റാൻ കഴിയുന്ന പദ്ധതി നമ്മൾ സാധ്യമാക്കി. പെരുന്നാട് ആശുപത്രിയിലെ കിടത്തി ചികിത്സ 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ്. അതാ കിടത്തി ചികിത്സ ആരംഭിച്ചു. അവിടെ ഒരു പുതിയ ആശുപത്രി 2.5 കോടിയോളം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. നിലയ്ക്കൽ ആശുപത്രി ശബരിമല ഭക്തർക്കും കിഴക്കൻ മേഖലയിലെ സാധാരണ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന നിലയ്ക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലിട്ടത്. നിരവധിയായ റോഡുകൾ, ഏറ്റവും ഒടുവിൽ സെൻട്രൽ റോഡ് ഫണ്ടിലും 22.5 കോടി രൂപ പെരുന്നാട് മണിയാർ വരെയുള്ള മാമ്പാറ മണിയാർ മഠത്തുംമൂഴി എഴുമ്പാറ വരെ വഴിയുള്ള റോഡ്, ആ റോഡിനായി 22.5 കോടി രൂപ അനുവദിച്ചുൾപ്പെടെയുള്ള നിരവധി റോഡ് പ്രവൃത്തികൾ പെരുന്നാട് പഞ്ചായത്തിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. പലതും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പെരുമ്പട്ടി പട്ടയം 6 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ്. 640ഓളം കുടുംബങ്ങൾ, അവരുടെ മണ്ണിന്മേലുള്ള അവരുടെ അവകാശം അത് സ്ഥാപിക്കാൻ ആദ്യത്തെ സബ്മിഷൻ മുതൽ വന്ന നിയമക്കുരുക്കുകളും തടസ്സങ്ങളും എല്ലാം പരിഹരിച്ച് പെരുമ്പട്ടി സമരസമിതിയുമായി ചേർന്ന് നിന്ന് നടത്തിയ പോരാട്ടം യാഥാർത്ഥ്യമാകുന്നു. പെരുമ്പട്ടി പട്ടയത്തിന്റെ ഫയലിൽ ആദ്യനായ മുഖ്യമന്ത്രി ഒപ്പിട്ടു. പ്രത്യേക മന്ത്രിസഭായോഗം പ്രത്യേക അനുമതി കൂടി നൽകിയാൽ പട്ടയ വിതരണവും സാധ്യമാകുകയാണ്. കണ്ണകുളത്തി കുമാരൻ, അദ്ദേഹം നവോത്ഥാന നായകൻ, അവിടെ അദ്ദേഹത്തിന് കൂടി ഒരു സ്മരണ നിർത്തുന്ന അംബേദ്കർ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള 1 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ അവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അയിരൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. കുടിവെള്ളത്തിന്റെ വെല്ല് ഇടിഞ്ഞു താഴുന്ന പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴിതാ പ്രത്യേകം പണം അനുവദിച്ചു. അയിരൂരിൽ ഒരു നഴ്സിംഗ് കോളേജ് റാന്നിയിൽ നടപ്പിലാക്കിയ റാന്നി നോളജ് വില്ലേജ് പദ്ധതി കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന പദ്ധതിയാണ്. വൈജ്ഞാനിക മാറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ്. എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലേറ്റന്റ് ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് മാപ്പ് ചെയ്ത് ശശി തരൂരിനെ പോലെയുള്ള വലിയ തരത്തിൽ വിശ്വപ്രശസ്തരായ ആളുകൾ ഇത് ഇന്ത്യക്ക് മാതൃകയാണെന്ന് പറയുന്ന തരത്തിൽ കുട്ടികൾക്ക് വഴികാട്ടുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, സെമിനാറുകൾ, നിരന്തരമായ മെന്ററിംഗ് എല്ലാം നമ്മൾ ചെയ്തു. അതിന്റെ ഭാഗമായി ആരംഭിച്ചത് നിരവധി സ്ഥാപനങ്ങളാണ്. ജർമ്മനിയിലേക്ക് പോകുന്ന, വിദേശിക്ക് പോകുന്ന കുട്ടികൾക്ക് സൗജന്യമായി വിസയും ടിക്കറ്റും അവർക്കുള്ള പരീക്ഷാ പരിശീലനം നൽകി 16 കുട്ടികൾ ഇപ്പോൾ ജർമ്മനിയിലെത്തി. ഒഡേപെക്കിന്റെ കേരളത്തിലെ ക്യാമ്പസ് റാന്നിയിൽ ആരംഭിച്ചു. മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മർത്തോമ സഭയുടെ SC സ്കൂളിൽ ഭംഗിയാനിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു PSC കോച്ചിങ് സെന്റർ കേരളത്തിൽ ആദ്യമായി സർക്കാർ സർവീസിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഫീസ് ഇല്ലാതെ പഠിക്കാൻ അവർക്ക് മാർഗമൊരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സൗജന്യ PSC കോച്ചിങ് സെന്റർ നോളജ് വില്ലേജിന്റെ ഭാഗമായി റാന്നിയിൽ ആരംഭിച്ചു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റാന്നി നഴ്സിംഗ് കോളേജ്. ഇത്രയും നഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്ന കുട്ടികളുള്ള
ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് നഴ്സസിൽ നിന്ന് വരുന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല. അയിരൂർ IHRൽ പ്രാഥമിക അനുമതി ലഭിച്ചു. സംസ്ഥാന ബജറ്റിൽ നിന്നും ഇതാ 1 കോടി രൂപ ലഭ്യമാക്കി നഴ്സിംഗ് കോളേജ് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങുകയാണ്. എഴുമറ്റൂരിലെ ആശുപത്രി 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ആശുപത്രിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. പക്ഷെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഇപ്പോൾ ചെന്നാൽ കാണാം ഏതാണ്ട് 10 കോടിയിലടക്കം രൂപ നബാർഡിൽ നിന്നും ലഭ്യമാക്കിയിട്ട് ആധുനിക ആശുപത്രി ഇനി 90% നിർമ്മാണം പൂർത്തീകരിച്ചു. ഈ ഒരു 10% കൂടി മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. എഴുമറ്റൂർ കഴിഞ്ഞു, ഇനി കോട്ടാങ്കൽ പഞ്ചായത്ത്. കോട്ടാങ്കൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം, ഇത് 2 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പാലം, ആ പാലത്തിനായി 20 കോടിയിലേറെ രൂപയാണ് നമ്മൾ ലഭ്യമാക്കിയത്. മൃഗാശുപത്രി, കൃഷിഭവൻ, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, വില്ലേജ് ഓഫീസ്, ഇതിനെല്ലാം പുതിയ കെട്ടിടങ്ങൾ. കോട്ടാങ്കൽ സ്കൂളിന് 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം. കോട്ടാങ്കലിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികളാണ് ഈ കാലയളവിൽ പൂർത്തീകരിച്ചത്. 12 പഞ്ചായത്തുകളിലും നമുക്ക് അതിവേഗ വികസനം, മുടങ്ങിക്കിടന്ന പദ്ധതികൾ, പുതിയ ആശയങ്ങൾ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ, ഏറ്റവും ഒടുവിലായി ഷീ റൈസ് എന്ന പദ്ധതിയും സാധ്യമാവുകയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയുടെ ഹൃദയത്തുടിപ്പുകൾ പേറുന്ന കാർഷിക സംസ്കൃതിക്ക് പേരുകേട്ട ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു കാലത്ത് മലയോര മേഖലകളിലെ യാത്രാ ദുരിതവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഇരിക്കൂർ പോലുള്ള മണ്ഡലങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ സഹായത്തോടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഗതാഗത, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇരിക്കൂറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. സർക്കാരിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, മന്ത്രിമാരുൾപ്പെടെ പലരും ചില കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യങ്ങൾ ഏറെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അക്കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രമങ്ങൾ നടത്താനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന മേഖല എന്ന നിലയിൽ പരമാവധി ശ്രമിച്ചത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്താണ്. ലഭിച്ച ഫണ്ടുകളിൽ ഏറെയും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പ്രത്യേകിച്ച് റോഡുകൾക്ക്, കലുങ്ക്, അങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നാകട്ടെ, മറ്റ് സ്കീമുകളിൽ നിന്നാകട്ടെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൂടി ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പരിമിതിയായി വന്നത്. പഞ്ചായത്തുകളുടെ റോഡുകൾ, ചെറിയ കലുങ്കുകൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലാത്തതുകൊണ്ട് ജനങ്ങൾ അത്തരം വിഷയങ്ങളുമായി സമീപിക്കുമ്പോൾ അത് ചെയ്യാൻ നിർബന്ധിതരായി. അതുകൊണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലും വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെയുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് തികയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഏതാണ്ട് 90% പ്രവൃത്തികളും, 95% എന്ന് തന്നെ പറയാം, ഫണ്ട് ചെലവഴിച്ചത് ഈ റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് വേണ്ടിയാണ്. കാരണം ആളുകളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആവശ്യം അവർക്ക് യാത്രായോഗ്യമായ റോഡുകളാണ്. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ള പരിമിതിയാണത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഇത്തരം പിന്നോക്ക മേഖലകളിൽ അവർക്ക് അവരുടെ കരിയറിനെ സംബന്ധിച്ചൊരു ധാരണ പലപ്പോഴും ഉണ്ടാകാറില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഓരോ കുട്ടികളുടെയും അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള
കരിയർ പ്രവർത്തനങ്ങളാണ് ഞാൻ ആദ്യമായി പ്രാഥമികമായി ആരംഭിച്ചത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ദിശാദർശൻ്റെ ഭാഗമായി അത്തരം പ്രവർത്തനങ്ങൾ നടത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുന്ന എക്സലൻസ് അവാർഡുകൾ, മെറിറ്റ് അവാർഡുകൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെയാണ് നിരവധിയായ ദിശാദർശൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഏറ്റവും അവസാനം പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ഭാഷാമൃതം, കുട്ടികളുടെ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാ മികവ്, ഭാഷാ പരിപോഷണ പദ്ധതി എന്ന നിലയിൽ തന്നെ സംഘടിപ്പിച്ചു. കേരളത്തിൽ ഭാഷാ പഠനത്തിൽ നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന, അവരെ പ്രാപ്തമാക്കുന്ന ഒരു പദ്ധതിയാണ് ഭാഷാമൃതം. പൈലറ്റ് പ്രൊജക്റ്റ് എന്ന നിലയിൽ 2ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടിയാണ് അത്തരമൊരു വിപുലമായ ഒരു സമഗ്ര പ്രോഗ്രാം നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ കുട്ടികളെയും അണിനിരത്തിക്കൊണ്ടാണ് 2ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളും അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ ഭാഗമായി എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. 3 വർഷവും തുടർച്ചയായി ഭാഷാമൃതം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇരിക്കൂർ ഉപജില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും മികവുള്ള ഭാഷാ മികവുള്ള ഒരു മണ്ഡലമായി മാറി എന്ന ഒരു പ്രത്യേകത കൂടി, അതിൻ്റെ റിസൾട്ട് കൂടിയാണ് എന്ന കാര്യം സന്തോഷത്തോടെ, അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ.